അസ്സലാമു അലൈക്കും. ഇന്ന് ചെറിയൊരു കാര്യം പറയാനാണ് വന്നത്. എൻ്റെ മാമി മരണപ്പെട്ടു പോയി. പെട്ടെന്നുള്ള, അതായത് ബാപ്പാരെ മൂത്ത പെങ്ങൾ പെട്ടെന്നുള്ള ഒരു മരണമായിരുന്നു. അതുകൊണ്ട് മരണത്തിനൊക്കെ പോയിട്ട് വന്ന് മയ്യ അടക്കിയിട്ടില്ല. മകൻ വരുന്നത് പ്രതീക്ഷിച്ച് ഇരിക്കുകയാണ് എല്ലാവരും. എന്നിട്ടേ മയ്യ അടക്കോളൂ. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാൻ വന്നത്, ജനനം മരണം എല്ലാം നമുക്കുള്ളതാണ്. അള്ളാഹു വിളിക്കുമ്പോൾ പോയേ പറ്റൂ. പിന്നെ ഈ അർജുൻ എന്ന സഹോദരൻ നമ്മളെയൊക്കെ പ്രായമുള്ളതാണ്, 30 വയസ്സ്. ഈ സഹോദരൻ ഇന്ന് കാണാമറയത്തായിട്ട് 9 ദിവസം, 8 പൂർത്തിയായി 9ാമത്തെ ദിവസമാണ് ഇന്ന്. ഈ സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാർ, ആ വീട്ടുകാരൊന്ന് വെറുതെ വിട്ടൂടെ? അല്ലെങ്കിൽ നിങ്ങൾക്ക് വ്യൂസ് കൂട്ടാനും നിങ്ങളെ ചാനൽ ഹൈലൈറ്റ് കാണിക്കാനും വേണ്ടി എന്തിനാണ് അവരെയൊക്കെ അവിടെയുണ്ട് ഇവിടെയുണ്ട്? നിങ്ങളാദ്യം കണ്ടുപിടിച്ചില്ലല്ലോ. ആ മനുഷ്യനൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ആരുമല്ല. പക്ഷെ എന്നാലാ നമ്മളൊക്കെ എന്ത് സങ്കടത്തിരിക്കണം. കാരണം ഒരു ജീവൻ്റെ വില നമുക്കറിയാൻ പറ്റും. നമുക്കും ഒരു ജീവനുള്ളതാണ്, നമ്മളും ഒരു മനുഷ്യനാണ്. പടച്ചോനെ, ഇന്നലെ എൻ്റെ കുടുംബം എനിക്ക് അറിഞ്ഞൂടാ, അമ്മക്ക് ആർക്കും അറിഞ്ഞൂടായിരുന്നു അർജുൻ ആരാണെന്നോ എന്താണെന്നോ ഒന്നും. നമ്മളെപ്പോലെ ഒരു സാധാരണ മനുഷ്യനാണ്. പക്ഷെ ഇന്നൊരു അപകടം വന്നപ്പോഴത്തേക്ക് നമ്മളെല്ലാവരും അറിഞ്ഞ്. പക്ഷേ എന്തുകൊണ്ടാണോ എന്തോ നമുക്ക് അറിയില്ല. അള്ളാഹു ഇത്രയും ദിവസമായിട്ടും ഇപ്പോഴും എന്താ ബ്രേക്കിംഗ് ന്യൂസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അയാളെ പേരും പറഞ്ഞിട്ട് എന്തിനാണ് നിങ്ങൾ ഇത്രയും ഇത് കാണിക്കുന്നത്? കണ്ടുപിടിക്കട്ടെ, ജീവനോടെ ഉണ്ടായിരിക്കണേ എന്നാണ് പ്രാർത്ഥന. ആ കുടുംബത്തിൻ്റെ അത്താണിയാണ്. വളയം പിടിക്കാൻ പോവും നമ്മുടെ ജീവിതത്തിന് വേണ്ടി. എന്നിട്ട് നമ്മളെയൊക്കെ ആയുസ് ഇത്രയേ ഉള്ളൂ. നമ്മൾ നാളെ ഉണ്ടാവുമെന്ന് നമുക്ക് യാതൊരു ഉറപ്പില്ല. അപ്പം നിങ്ങൾ എന്തിനാണ് ഇത്രയും കിടന്നിട്ട്? അവരെ വീട്ടുകാർ പോലും അത്രയും ഭാര്യയൊക്കെ വിഷമിച്ചിരിക്കുമ്പോൾ നമുക്കൊരു ആൾ മരിച്ച് ഇങ്ങനെയൊക്കെ ആയി നിന്ന് നമുക്ക് കേൾക്കുമ്പോഴെങ്കിലും, പക്ഷെ പെട്ടെന്നൊരു അപകടം നമുക്കത് താങ്ങാൻ പറ്റൂല. നല്ലോണം നമ്മളെ വീട്ടിൽ നിന്ന് ചിരിച്ചിട്ട് ഇറങ്ങിപ്പോണ മനുഷ്യനാണ്. ഇന്ന് കണ്ടെത്താനാവാഞ്ഞിട്ട് 9 ദിവസമായി. നിങ്ങൾക്കൊക്കെ നാണമില്ലേ? ആ ലൈവിലൊക്കെ വന്നിട്ട് ആൾക്കാർ എന്തൊക്കെയാണ് പറയണേന്ന് അറിയാമോ? അതന്നെ 80K അതിൻ്റെയൊക്കെ വ്യൂസിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊള്ളയടിക്കണം. നിൻ്റെയൊക്കെ ഗതി നാളെ ഇതേപോലെയൊക്കെ തന്നെയാണ്. പാവങ്ങളങ്ങ് വെറുതെ വിട്ടേക്കുക ഫാമിലീനെ. ഞാനൊരു പെണ്ണാണ്. ആ പെണ്ണിൻ്റെ അടുത്തൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾ, പെങ്ങളുടെ അടുത്ത് ചോദിക്കുന്നത്, നിനക്കൊന്ന് നാണമില്ലേ? ഇത്രയൊക്കെ പറയാനുള്ള ആരെങ്കിലുമൊക്കെ പ്രതികരിച്ചിട്ടില്ലെങ്കിൽ എന്തിനാണ് കുറേ ബ്രേക്കിംഗ് ന്യൂസ്? അവന്മാർ കാറിപ്പോണു, അതിൻ്റെ ഇടയിൽ അവിടെയുണ്ട് മല കാണാം. നമ്മൾ 9 ദിവസം കൊണ്ട് ഈ മലയും മാറും കണ്ടുകൊണ്ടിരിക്കുക തന്നെ. ഇന്നുവരെയും കണ്ടുപിടിച്ചിട്ടാണ് നിൻ്റെയൊക്കെ ഈ പ്രഹസനമെങ്കിൽ ഓക്കെ. ഇത്രയും കിടന്നിട്ട് അള്ളാഹുവിൻ്റെ വിധി ഇങ്ങനെ ആയിരിക്കും. അതിൻ്റെ ജീവനോടെ ഉണ്ടായിരിക്കണേ എന്നാണ് പ്രാർത്ഥന. അതിൻ്റെ ഇടയിൽ അവർ അങ്ങോട്ട് നടക്കണ വീഡിയോ ഇങ്ങോട്ട് നടക്കണ, നിനക്കൊന്ന് നാണം ഇല്ലേടാ ചാനലുകാരന്മാരെ? അതുകൊണ്ട് നീയൊക്കെ നിൻ്റെ കാര്യം നോക്കിയിട്ട് അവിടെ മിണ്ടാതിരിക്കും.